മിശിഹായിൽ എത്രയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കോഞ്ചര തിരുനാളിന്റെ ഒരുക്കത്തിലാണ് നാം എല്ലാവരും. മെയ് മാസം 1-ാം തീയതി മുതൽ കോഞ്ചിറ തീർത്ഥ കേന്ദ്രത്തില് എല്ലാ ദിവസവും കുർബാനയും നമസ്കാരവും നൊവേനയും എല്ലാ ശനിയാഴ്ചകളിലും പ്രത്യേകിച്ച് തിരുപ്രദക്ഷിണവും ആചരിച്ചുകൊണ്ട് തിരുനാളിൽ നമ്മൾ അടുത്തു വരികയാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ആയിരക്കണക്കിന് മക്കളാണ് കോഞ്ചിറ മുത്തിയുടെ തിരുനാളിനെ പങ്കെടുക്കാനായിട്ട് വരാറ്. അതിൽ നല്ലൊരു ഭാഗം മാതാവിന്റെ മാധ്യസ്ഥം വഴി യേശുവിന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ടാണ്. അതുമാതിരി തന്നെ നമ്മുടെ ഭാവി ജീവിതത്തിന് ആവശ്യമായിട്ട് അനുഗ്രഹങ്ങൾ മാതാവിന്റെ മാധ്യസ്ഥം വഴി യേശുവിനോട് യാചിക്കുന്നതിനാണ്. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, മറ്റ് മതസ്ഥരായ സഹോദരി സഹോദരന്മാരും ധാരാളമായിട്ട് ഭക്തിയോടുകൂടി കോഞ്ചിറ മുത്തിയുടെ തൃപ്പാദത്തിൽ വരുന്നതായിട്ട് നമ്മൾ കൊച്ചുനാൾ മുതൽ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ ഒരു പ്രത്യേക അനുഭവം, 5 വർഷം മുന്നേ മെയ് 31-ാം തീയതി വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അഭിവന്ദ്യ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് കോഞ്ചിറയിൽ വന്നിട്ട് കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നെ ഗോളിയർ രൂപതയുടെ മെർത്താനായി എന്ന സന്തോഷ വാർത്ത അറിയിച്ചത്. അപ്പൊ പലപ്പോഴും സ്കൂൾ അവധിക്കാലത്തൊക്കെ നാട്ടിൽ വരുമ്പോ കോഞ്ചിറ പള്ളിയിൽ പോയിട്ട് കുർബാന ചെല്ലാനായിട്ട് ആഗ്രഹിക്കാറുണ്ട്, അതിനെ പറ്റി ശ്രമിക്കാറുണ്ട്. അതുമാതിരി ഈ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്ത് വർക്ക് ചെയ്യുന്ന മിഷനറിമാരായിട്ടുള്ള ഒട്ടനവധി അച്ഛന്മാര് സന്ദർഭം കിട്ടുമ്പോഴൊക്കെ കോഞ്ചിറയിൽ കുർബാന ചെല്ലാനായിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വരാനിരിക്കുന്ന നമ്മൾ ആചരിക്കാൻ പോകുന്ന കോഞ്ചിറ മുത്തിയുടെ തിരുനാള് മെയ് 25-26 എത്രയും ഭംഗിയായിട്ട് ഭക്തി നിർഭരമായിട്ട് അനുഗ്രഹങ്ങൾ ധാരാളമായി നമുക്ക് ലഭിക്കത്തക്ക വിധത്തിൽ ആഘോഷിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് മാതാവിന്റെ മാധ്യസ്ഥം അപേക്ഷിക്കാം. മാതാവ് യേശുവിന്റെ അമ്മയാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഓടിയാണ്. കാനായിൽ വെച്ചും മറ്റുള്ളവരുടെ കഷ്ടതകൾ കണ്ടപ്പോൾ അവർ ചോദിക്കാതെ തന്നെ അവരുടെ കഷ്ടതകൾ മാറ്റുന്നതിനായിട്ട് യേശുവിനോട് യാചിക്കുന്നതും അവർ സങ്കടം മാറ്റി കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് മാതാവിനെ എപ്പോഴും നമ്മൾ ജീവിതത്തിൽ എന്നും കൂട്ടുപിടിക്കുക. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവളാണ് പരിശുദ്ധ അമ്മ എന്ന് വിശുദ്ധ ബർണബാസ് വിശുദ്ധൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യേശുവിലേക്കുള്ള ഏറ്റവും ചെറിയ വഴി, ഏറ്റവും ചെറിയ ഷോർട്ട് കട്ട് മാതാവാണ്. മാതാവിലൂടെ നമുക്ക് യേശുവിലേക്ക് അടുക്കാം. എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങളും എല്ലാവിധ വിജയ ആശംസകളും.